ദൈവത്തിന് സ്തോത്രം. 2 കൊരിന്ത്യ ലേഖനം 13 അധ്യായം 5 വാക്യം. 2 Corinthians 13:5 നമുക്കൊന്ന് വായിക്കാം. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ക്രിസ്ത്യാനികളോട് പറഞ്ഞതായ ഒരു വാക്യമാണത്. ക്രിസ്ത്യാനികളല്ലാത്തവരോട് പറഞ്ഞ വാക്യമല്ല, അക്രൈസ്തവരോട് പറഞ്ഞ വാക്യമല്ല. ക്രിസ്ത്യാനികളും സുവിശേഷകരും സുവിശേഷ വേലക്കാരും മനസാന്തരപ്പെട്ടവരും സ്നാനപ്പെട്ടവരും മാമോദീസ മുങ്ങിയവരും എല്ലാമായ ആ സമൂഹത്തോട് പറഞ്ഞതായ ഒരു വാക്യമാണിത്. അതിൻ്റെ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയാം: തിങ്ക് യു ആർ എ ട്രൂ ക്രിസ്ത്യൻ ആൻഡ് ബിലീവ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ശരിയായ ക്രിസ്ത്യാനിയാണോ നീ എന്ന് ചിന്തിക്കണമെന്ന് ക്രിസ്ത്യാനികളോടാണ് പറഞ്ഞത്. ജയിലിൽ ചെന്ന് പറഞ്ഞതല്ല, ഏതെങ്കിലും തെരുവിലൂടെ പോയ ആളുകളോട് പറഞ്ഞതല്ല, ദേവാലയത്തിൽ വചനം കേൾക്കുകയും ആരാധനയിൽ പങ്കെടുക്കുകയും ചെയ്ത ആ സമൂഹത്തോടാണ് പറഞ്ഞത്. നിങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ക്രിസ്ത്യാനിയാണോ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണമെന്ന്. അത് തന്നെയാണ് ഇന്ന് എനിക്കും ചിന്തിക്കാനുള്ള വാക്യം. അതാണ് ഞാനും ചിന്തിക്കുകയാണ്. ആം ഐ എ ട്രൂ ക്രിസ്ത്യൻ? ഞാനൊരു യഥാർത്ഥ ക്രിസ്ത്യാനിയാണോ? ഞാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനാണോ? വേദപുസ്തകത്തിൽ പറയുന്നത് പോലെയുള്ള ഒരു ക്രിസ്ത്യാനിയാണോ ഞാൻ? ദൈവമക്കളെ, ആ അപ്പോസ്തലൻ്റെ ആത്മാവിലെ ആ ചോദ്യമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ദൈവകൃപയിൽ ആശ്രയിച്ച് ഞാൻ വചനമായി വിളമ്പാൻ ആഗ്രഹിക്കുന്നത്. ചോദ്യം എന്നോടും നിങ്ങളോടുമാണ്. നിങ്ങൾ യഥാർത്ഥ ക്രിസ്ത്യാനിയാണോ? ഒരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ച ഞാനൊരു ക്രിസ്ത്യാനിയാണോ എന്ന് എന്തിനാണ് എന്നോട് ചോദിക്കണതെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, ക്രിസ്ത്യാനികളോട് ചോദിക്കേണ്ട ചോദ്യമായിട്ട് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. അവർ ജന്മനാ ക്രിസ്ത്യാനികളായിരിക്കാം, പാരമ്പര്യ ക്രിസ്ത്യാനികളായിരിക്കാം, അവർ മാനസാന്തരപ്പെട്ട ക്രിസ്ത്യാനികളായിരിക്കാം. പക്ഷേ എല്ലാ ക്രിസ്ത്യാനിയോടും ചോദിക്കേണ്ടതായ ഒരു ചോദ്യമായിട്ട് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു: നീ ഇപ്പോഴും ക്രിസ്ത്യാനിയാണോ? പള്ളിയിൽ പോകുന്ന ക്രിസ്ത്യാനിയാണോ എന്നല്ല, പള്ളിയിൽ കുഞ്ഞിനെ മാമോദീസ മുക്കുന്ന ക്രിസ്ത്യാനിയാണോ എന്നല്ല, വിവാഹം പള്ളിയിൽ വെച്ച് നടത്തുന്ന ക്രിസ്ത്യാനിയാണോ എന്നല്ല, പള്ളിക്ക് പിരിവ് കൊടുക്കുന്ന ക്രിസ്ത്യാനിയാണോ എന്നല്ല, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സ്വഭാവം കൊണ്ടൊരു ക്രിസ്ത്യാനിയാണോ? പ്രിയപ്പെട്ടവരെ, അതാണ് അപ്പോസ്തലൻ ചോദിച്ച ചോദ്യം. സ്വഭാവം കൊണ്ട് ഒരു ക്രിസ്ത്യാനിയാണോ? ഉത്തരം നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. ഉത്തരം നിങ്ങൾ തന്നെ കണ്ടെത്തിയാൽ മതി. അതിൻ്റെ ഉത്തരം നിങ്ങൾ തന്നെ യേശുവിനോട് പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് തനിയെ യേശുവിനോട് പറയാം: അതേ കർത്താവേ, ഞാൻ ഇങ്ങനെ ഒരു വചനം കേട്ടു, ഞാൻ സ്വഭാവം കൊണ്ടൊരു ക്രിസ്ത്യാനിയാണെന്ന്. കർത്താവേ, നിനക്കറിയാവല്ലോ, സത്യമായിട്ട് ഞാനൊരു സ്വഭാവം കൊണ്ട് ക്രിസ്ത്യാനിയാണെന്ന് നിനക്കറിയാവല്ലോ എന്ന് യേശുവിനോട് സത്യമായി പറയാനുള്ളതായ ഒരു പ്രാഗൽഭ്യമുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഞാൻ സന്തോഷത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം എനിക്കൊരു വേദപുസ്തകം സ്വന്തമായി വാങ്ങാൻ കർത്താവ് ഒരു കൃപ തന്നു. വേദപുസ്തകം വായിക്കണമെന്നുള്ള ഒരു നിർബന്ധമായ ശീലം കർത്താവ് എനിക്ക് തന്നു. എനിക്ക് സന്തോഷിക്കാൻ പിന്നെയും കാര്യങ്ങളുണ്ട്. ഈ വേദപുസ്തകം വായിച്ചാൽ എനിക്ക് അല്പാൽപമായിട്ടൊക്കെ അത് മനസ്സിലാകുന്നുമുണ്ട് എന്നുള്ളത് എനിക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ്. കർത്താവായ യേശു ജനിച്ചു.
എനിക്കായിട്ട് ജനിച്ചുവെന്നും കർത്താവായ യേശു മരിച്ചു, എനിക്ക് വേണ്ടി മരിച്ചുവെന്നും സ്വർഗീയ പിതാവ് അവനെ കാൽവരിയിൽ തകർത്ത് കളഞ്ഞു, എനിക്കായിട്ടാണ് അവനെ കാൽവരിയിൽ തകർത്തതെന്നും അവൻ ഉയർത്തെഴുന്നേറ്റുവെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഈ വേദപുസ്തകത്തിലെ മുഴുവൻ കാര്യങ്ങളും വിശ്വസിക്കുവാൻ കർത്താവ് എനിക്ക് കൃപ തരുന്നു. കർത്താവായ യേശു ക്രിസ്തു സ്വർഗീയ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്ന ഏക മധ്യസ്ഥനാണെന്നും ദൈവത്തിനും എനിക്കുമിടയിൽ വേറൊരു മധ്യസ്ഥന് ഇല്ല എന്നും വിശ്വസിക്കുവാനുള്ളതായ ഒരു കൃപ കർത്താവ് എനിക്ക് തന്നു. ആ യേശു മടങ്ങി വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. ദൈവമക്കളെ, അതുകൊണ്ടെല്ലാമാണ് ഞാൻ സന്തോഷമുള്ള മനുഷ്യനാണെന്ന് പറയുന്നത്. വേദപുസ്തക പ്രകാരം ഇതുപോലൊരു വിശ്വാസം എനിക്ക് കിട്ടിയതിൽ ഞാൻ സന്തോഷിക്കുന്നു. അത് ദൈവം തന്നതാണ്, കർത്താവ് കൃപയാൽ തന്നതാണ്. നിങ്ങൾക്കും അത് ലഭിച്ചു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ കൊതിയോടെ പ്രാർത്ഥിക്കണം, കർത്താവെ ഒരു വേദപുസ്തകം വാങ്ങുവാനും അത് തുടർച്ചയായി വായിക്കുവാനും അത് വിശ്വസിക്കുവാനും. കർത്താവെ, യേശു മരിച്ചത് എനിക്ക് വേണ്ടിയാണെന്നും യേശു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് ഞാനും മരണം കഴിഞ്ഞ് ഉയർത്തെഴുന്നേൽക്കുമെന്നും കർത്താവായ യേശു എനിക്ക് വേണ്ടി പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് മധ്യസ്ഥനായിട്ടിരിക്കുന്നത് കൊണ്ട് എനിക്ക് പാപത്തിന് പരിഹാരമുണ്ടെന്നും വിശ്വസിക്കുവാനുള്ളതായ ഒരു കൃപ വേണമെന്ന് സഹോദരങ്ങളെ നിങ്ങൾ ആദ്യമേ പ്രാർത്ഥിക്കണം. എങ്ങനെയാണ് ഇവിടെ എത്തിയത്? ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്ന് ഓർക്കാറുണ്ട്. എൻ്റെ കൂടെയുള്ള അനേക സഹോദര സഹോദരിമാരുണ്ട്. ഞങ്ങൾ ഒരു മനസ്സോടുകൂടെ ചേർന്ന് പ്രവർത്തിക്കുന്നു. ദൈവമക്കളെ, ഞങ്ങളെല്ലാം എങ്ങനെ ഇവിടെ എത്തി ചോദിച്ചാൽ കർത്താവ് പറഞ്ഞൊരു വാക്യമുണ്ട്. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങളിലാണ് കർത്താവ് അത് പറഞ്ഞത്. കർത്താവ് പറയുന്നു, ഒരു കല്യാണ സദ്യ ക്രമീകരിച്ചു. ഒരു കല്യാണ സദ്യ ക്രമീകരിച്ചു. ആരാണ് ക്രമീകരിച്ചത്? സ്വർഗത്തിലെ പിതാവായ ദൈവമാണ് തൻ്റെ പുത്രന് വേണ്ടി ഒരു കല്യാണ സദ്യ ക്രമീകരിച്ചു. ആ കല്യാണ സദ്യയിൽ ദൈവം അനേകരെ പ്രതീക്ഷിച്ചിരുന്നു, അനേകരെ വിളിച്ചിരുന്നു. പക്ഷേ സംഭവിച്ചതെന്താണ്? അതിൻ്റെ 9-10 വാക്യം നമുക്ക് വായിക്കാം. ക്ഷണിക്കപ്പെട്ടവരോ യോഗ്യരായില്ല, ആകയാൽ വഴിത്തലയ്ക്കൽ ചെന്ന് കാണുന്നവരെയൊക്കെയും കല്യാണത്തിന് വിളിപ്പിനെന്ന് പറഞ്ഞു. ആ ദാസന്മാർ പെരുവഴികളിൽ പോയി കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെയും എല്ലാം കൂട്ടിക്കൊണ്ടുവന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ മകൻ്റെ കല്യാണം നടത്തിയിട്ടുണ്ട്. അതിൽ വിളിച്ചത് എൻ്റെ സ്വന്തക്കാരെ, എൻ്റെ സുഹൃത്തുക്കളെ, എനിക്ക് പരിചയമുള്ളവരെ, നല്ല മാന്യതയുള്ളവരെ, എനിക്ക് തന്നെ ഒരഭിമാനമൊക്കെ തോന്നത്തക്ക രീതിയിലുള്ളതായ ആളുകളെയാണ് എൻ്റെ മകൻ്റെ കല്യാണത്തിന് ഞാൻ വിളിച്ചത്. നിങ്ങളും നിങ്ങളുടെ മക്കളുടെ കല്യാണത്തിന് അങ്ങനെയുള്ളവരെയൊക്കെ വിളിച്ചു കാണുകയുള്ളൂ. വഴിത്തലയ്ക്കൽ പോയി നിന്നിട്ട് നല്ലവരും ചീത്തയും, മദ്യപാനികളും കൊള്ളരുതാത്തവരും കൊലപാതകന്മാരും, പ്രിയപ്പെട്ടവരെ കുറ്റവാളികളും വ്യാജം പ്രവർത്തിച്ചവരും പോലീസ് കേസുള്ളവരും തല്ലുകാരും അധർമ്മികളുമെല്ലാമായി ആരെയെങ്കിലും നിങ്ങളുടെ മക്കളുടെ വീട്ടിൽ കല്യാണത്തിന് വിളിച്ചിട്ടുണ്ടോ? നിങ്ങളാരും വിളിച്ചിട്ടില്ല, ഞാനും വിളിച്ചിട്ടില്ല. എന്നാൽ സ്വർഗത്തിലെ സ്നേഹമുള്ള പിതാവ് തൻ്റെ പുത്രൻ്റെ കല്യാണം ആഘോഷിക്കാൻ വേണ്ടി വിളിച്ചത് ആരെയാണെന്നറിയാവോ? സമൂഹത്തിലെ നശിച്ചുകൊണ്ടിരുന്നവരെ വിളിച്ചു. ദ പെറിഷിംഗ് സോൾസ്, നശിച്ചുകൊണ്ടിരിക്കുന്ന മദ്യപാനികളെ, കുടുംബത്തിൽ കലഹിച്ചു കിടക്കുന്ന മനുഷ്യരെ, പിണക്കവും അധർമ്മവുമായി നടക്കുന്ന മനുഷ്യരെ, വേശ്യാവൃത്തിയും കുശുമ്പുമായി നടന്ന മനുഷ്യരെ, എന്തും ചെയ്യാൻ മടിയില്ലാതെ നടന്ന മനുഷ്യരെ, ആ മനുഷ്യരെയാണ് സ്വർഗത്തിലെ പിതാവായ ദൈവം തൻ്റെ പുത്രൻ്റെ കല്യാണത്തിന് വേണ്ടി വിളിച്ചത്. 22-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ നമുക്ക് ആ വാക്യം അങ്ങനെ തന്നെ ഒന്ന് വായിച്ചു കേൾക്കാം. യേശു പിന്നെയും അവരോട് ഉപമകളായി പ്രസ്താവിച്ചതെന്തെന്നാൽ, സ്വർഗരാജ്യം തന്റെ പുത്രന് വേണ്ടി കല്യാണ സദ്യ കഴിച്ച ഒരു രാജാവിനോട് സദൃശം. പ്രിയപ്പെട്ടവരെ, രാജാവായ പിതാവായ ദൈവം തൻ്റെ പുത്രനായ യേശുവിൻ്റെ കല്യാണ സദ്യക്ക്
നശിച്ചുകൊണ്ടിരുന്നവരെ വിളിച്ചു, അധർമ്മികളെ വിളിച്ചു, ചീത്ത മനുഷ്യരെ വിളിച്ചു, ചീത്തയായി നടന്ന കുടുംബങ്ങളെ വിളിച്ചു, ഒരിക്കലും ഒന്നിനും കൊള്ളരുതാത്തതായ സ്ത്രീ പുരുഷന്മാരെ വിളിച്ചു, തോറ്റവരെ വിളിച്ചു, കഴിവില്ലാത്തവരെ വിളിച്ചു, നന്മയൊന്നുമില്ലാത്തവരെ വിളിച്ചു, ചീത്തയും ധന്യതുമായ എല്ലാവരെയും ദൈവം വിളിച്ചു. ആ കൂട്ടത്തിൽ എന്നെയും വിളിച്ചു. ഞാൻ നല്ലവനായിട്ടല്ല, ചീത്ത മനുഷ്യർക്കും കടന്നു വരാമെന്ന് പറഞ്ഞതുകൊണ്ട്, ചീത്ത മനുഷ്യരെയും വിളിച്ചതുകൊണ്ട് ഞാനും വരാനിടയൊന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണ് ഞാനിവിടെ എത്തിയത്. ചീത്ത മനുഷ്യരെയും വിളിച്ചത് കൊണ്ടാണ് ഞാൻ വന്നത്. ഞാൻ നല്ലവനും മാന്യനുമായതുകൊണ്ട്, അന്തസ്സും ആഭിജാത്യമുള്ളവനായി ജീവിച്ചതുകൊണ്ട്, കുലമഹിമയും എല്ലാം പുലർത്തി ജീവിച്ചതുകൊണ്ടല്ല എന്നെ വിളിച്ചത്. ചീത്തയായി നടന്നവരെയും വിളിച്ചു. ആ കൂട്ടത്തിലാണ് ഞാനും വന്നത്. ആ കൂട്ടത്തിലാണ് എൻ്റെ പരിചയക്കാർ പലരും വന്നത്. ചീത്ത മനുഷ്യരെ വിളിച്ചത് കൊണ്ടാണ് ഞങ്ങൾ വന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നും ഞങ്ങളും അത് തന്നെ ആവർത്തിക്കുകയാണ്. നല്ലവരും ചീത്തവരുമായ എല്ലാവരെയും കുഞ്ഞാടിൻ്റെ കല്യാണത്തിന് വിളിക്കുകയാണ്. അത് തന്നെയാണ് ദൈവരാജ്യത്തിൻ്റെ മർമ്മം. അത് തന്നെയാണ് സുവിശേഷ വേലയുടെ മഹത്വം. എല്ലാവരെയും വിളിക്കുന്നു, ചീത്ത മനുഷ്യരെയും വിളിക്കുന്നു. ഈ വചനം കേൾക്കുന്നവർ മദ്യപാനികൾ കാണും, ചീത്ത മനുഷ്യർ കാണും, വേണ്ടാധീനം ചെയ്തവർ കാണും, കൊലപ്പുള്ളികൾ കാണും, ഭാര്യയെ മർദ്ദിച്ചവർ കാണും, ഭർത്താവിന് അതുപോലെ വേദന കൊടുക്കുന്ന ഭാര്യമാർ കാണും, മക്കൾ കാണും. എന്നാൽ പെരീഷിംഗ് സോൾസ്, നശിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ വിളിച്ചു ചേർക്കുന്നതായ ജീവനുള്ള ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെ കല്യാണത്തിന് വേണ്ടിയാണ്, ആ ക്രിസ്തുവിനോട് ചേരുവാൻ വേണ്ടിയാണ് നിങ്ങളെ വിളിച്ചത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വന്നപ്പോൾ അവനൊരു കല്യാണ വസ്ത്രം തന്നു. അത് ഇട്ടുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങൾ കാണുന്നത് ഞാൻ പുറമേയിട്ടിരിക്കുന്ന കടയിൽ നിന്ന് മേടിച്ച ഒരു വസ്ത്രമാണ്. എന്നാൽ ഞാനിവിടെ നിൽക്കാൻ കാരണം കർത്താവായ യേശുവിൻ്റെ രക്തത്തിൽ മുക്കിയതായ ഒരു മാന്യതയുടെ വസ്ത്രം കർത്താവ് എനിക്ക് തന്നതുകൊണ്ടാണ്. ഞാൻ മാന്യനായതുകൊണ്ടല്ല, എൻ്റെ യാഗം നല്ലതായതുകൊണ്ടല്ല, ഞാൻ തിന്മ ചെയ്യാഞ്ഞിട്ടല്ല, ഞാൻ കൊള്ളരുതായ്മ ചെയ്യാഞ്ഞിട്ടല്ല, സഹോദരങ്ങളെ, ഞാൻ പിണങ്ങിക്കിടക്കാഞ്ഞിട്ടല്ല, ഞാൻ മദ്യപിക്കാൻ, ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഞാനിവിടെ 35-ാമത്തെ വയസ്സിൽ കടന്നു വന്നപ്പോൾ ജീവനുള്ള ദൈവം അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തത്തിൽ മുക്കിയതായ ഒരു അംഗി കല്യാണ വസ്ത്രം എനിക്ക് തന്നു. ആ വസ്ത്രത്തിൻ്റെ ബലത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ആ വസ്ത്രത്തിൽ പൊതിഞ്ഞാണ് ഞാൻ നിൽക്കുന്നത്. ആ വസ്ത്രത്തിൻ്റെ ആ മറവിലാണ് ഞാൻ നിൽക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കും കടന്നു വരാം, നിങ്ങളും കടന്നു വരണം. നിങ്ങൾക്കും വേണ്ടി അങ്കി അവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ മാന്യരാകണമെന്നില്ല. നിങ്ങൾ മദ്യപാനികളായിരിക്കാം, അതുപോലെ അധർമ്മികളായിരിക്കാം, സമാധാനമില്ലാത്തവരായിരിക്കാം, തോറ്റുപോയ കുഞ്ഞുങ്ങളായിരിക്കാം, ആകാശന് ഗതിയില്ലാത്തവരായിരിക്കാം, പട്ടിണി പാവങ്ങളായിരിക്കാം, ക്യാൻസർ രോഗികളായിരിക്കാം. എങ്കിലും സഹോദരങ്ങളെ, നിങ്ങൾ കടന്നു വരൂ. ഈ മഹാവൈദ്യൻ്റെ അടുക്കലേക്ക് കടന്നു വരൂ. കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യക്ക് കടന്നു വരൂ. ഈ അരുമനാഥിൻ്റെ അടുക്കലേക്ക് കടന്നു വരൂ. ഈ നീതീകരിക്കുന്നതിൻ്റെ അടുക്കലേക്ക് കടന്നു വരൂ. ഈ പാപം ക്ഷമിക്കുന്ന ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് വരൂ. നീതിയുടെ വസ്ത്രം അവിടെ വെച്ചിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ വസ്ത്രം പുതപ്പിക്കുന്നതായ ഒരു ശുശ്രൂഷയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ വേറെ ഒന്നുമില്ല. ഇവിടെ വേറെ ഒരു സ്വഭാവപരമായ ശുശ്രൂഷയൊന്നുമില്ല. അശുദ്ധന് പ്രിയപ്പെട്ടവരെ കല്യാണ വസ്ത്രം കൊടുക്കുന്ന ആ നീതീകരണത്തിൻ്റെ കല്യാണ വസ്ത്രം, പാപിയെ നീതീകരണത്തിൻ്റെ കല്യാണ വസ്ത്രം ധരിപ്പിക്കുന്ന ആ കുഞ്ഞാടിൻ്റെ കല്യാണത്തിന് വേണ്ടി നിങ്ങളെ വിളിക്കുന്നു. നിങ്ങളെ വസ്ത്രം പതിപ്പിക്കാൻ വേണ്ടിയാണ് പാവപ്പെട്ട അടിയങ്ങൾ ഈ വചനമെല്ലാം ഘോഷിക്കുന്നത്, ഇതെല്ലാം ക്രമീകരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സന്തോഷത്തോടെ വരണം, ധൈര്യമായിട്ട് കടന്നു വരണം. നിങ്ങൾ ഏത് സഭയിലുള്ളവരായാലും, നിങ്ങളിനി സഭയിൽ ഒന്നുമില്ലാത്തവരായിരുന്നാലും ശരി, നിങ്ങൾ ധൈര്യമായിട്ട് കടന്നു വരണം. ഈ കുഞ്ഞാടിൻ്റെ രക്തം, കർത്താവായ യേശുവിൻ്റെ രക്തം പുരട്ടിയതായ ഒരങ്കിയാണ് എൻ്റെ അഭിമാനത്തിൻ്റെ കാരണം. എൻ്റെ തല ഉയർന്നു നിൽക്കാനുള്ള കാരണം അതാണ്. എൻ്റെ അഭിമാനത്തിൻ്റെ കാരണം അതാണ്. എൻ്റെ മേൽവിലാസത്തിൻ്റെ കാരണം അതാണ്. പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രത്യാശയുടെ കാരണം ഇതാണ്. എൻ്റെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ, 73-74 വയസ്സിലേക്ക് പോകുമ്പോൾ, മരണത്തിൻ്റെ തീരത്തോടടുത്തടുത്ത് വരുമ്പോൾ എൻ്റെ ഏക പ്രത്യാശ ഏതാണ്? അരുമനാഥൻ്റെ രക്തത്തിൽ മുക്കിയതായ ഒരങ്കി എനിക്കുണ്ട്. എന്നെ പൊതിപ്പിച്ച ഒരങ്കിയുണ്ട്. ആ അങ്കിയുടെ ബലത്തിൽ ഞാൻ പോകുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിങ്ങൾ ക്രിസ്ത്യാനികളാണോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിക്കുവാനെന്ന്. വെളിപാട് പുസ്തകം 22-ാം അധ്യായം
10 മുതൽ 10, 11, 12 വാക്യം ഒന്ന് വായിച്ചു നോക്കാം നമുക്ക്. വെളിപാട് പുസ്തകം 22-ാം അധ്യായം. അവൻ പിന്നെയും എന്നോട് പറഞ്ഞത്, സമയമടുത്തിരിക്കിയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. ഞാൻ ആൽഫയും ഒമേഗയും, ഒന്നാമനും ഒടുക്കത്തവനും, ആദിയും അന്തവുമാകുന്നു. ജീവനുള്ള ദൈവം പ്രിയപ്പെട്ടവർ, വെളിപാട് പുസ്തകത്തിൽ സഭകളോടുള്ള ദൂതെഴുതുമ്പോൾ ആ പുസ്തകത്തിന്റെ അവസാനം, വെളിപാട് പുസ്തകത്തിന്റെ അവസാനം സഭകളോട് പറയുകയാണ്, അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, അങ്ങനെയുള്ളവൻ ആ വഴിക്ക് പോട്ടെ, അനീതിയെ ചെയ്യുമെന്നുള്ളവൻ ആ വഴിക്ക് പോട്ടെ, അഴുക്കിലെ നടക്കുമെന്നുള്ളവൻ ആ വഴിക്ക് പോട്ടെ, എന്നാൽ നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, എന്താണ് അതിൻ്റെ അർത്ഥം? ക്രൈസ്തവ സമൂഹം രണ്ടായി തിരിയാൻ പോവുകയാണ്. ലോകം രണ്ടായി തിരിയാൻ പോകുന്നൊന്നും ഞാൻ പറയില്ല. എന്നാൽ ക്രിസ്ത്യാനികളോട് ക്രിസ്ത്യാനിയായി എനിക്ക് പറയാൻ കഴിയും, ക്രൈസ്തവ സമൂഹം രണ്ടായി തിരിയാൻ പോവുകയാണ്. സഭാപരമായിട്ടല്ല. സഭകൾ തമ്മിലുള്ള ഭിന്നത വർഷങ്ങളായിട്ടുണ്ട്, ഇപ്പോഴുമുണ്ട്. എന്നാൽ സഭകൾ തമ്മിലുള്ള ഭിന്നതയുടെ അതിർവരമ്പുകളൊക്കെ നേർത്ത് വരികയാണ്. എന്നാൽ ക്രൈസ്തവ സഭ, ക്രിസ്ത്യാനികൾ രണ്ടായി തിരിയാൻ പോകുന്നു എന്ന് എൻ്റെ കയ്യിലിരിക്കുന്ന വേദപുസ്തകം പറയുന്നു, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വേദപുസ്തകം പറയുന്നു. ക്രിസ്ത്യാനികൾ രണ്ടായി തിരിയാൻ പോകുകയാണ്. എങ്ങനെ തിരിയാൻ പോകുന്നു? അഴുക്കുള്ളവൻ, അഴുക്കിൽ നടക്കുന്നവൻ ഇനിയും പാപം ചെയ്യും, ഇനിയും മദ്യപിക്കും, ഇനിയും ബോധിച്ചുവോളം നടക്കും, ഇനിയും ഞാൻ കൊള്ളരുതായ്മയിൽ നടക്കുമെന്ന് പറയുന്നതായ ഒരു കൂട്ടരും, ഞാൻ പാപം വിടും, ഞാൻ പാപത്തെ ഉപേക്ഷിക്കും, ഞാൻ സ്നേഹത്തിലേക്ക് വരും, ഞാൻ അനീതി വിട്ട് മാറുമെന്ന് പറയുന്നതായ സ്വഭാവം കൊണ്ട് രണ്ടായിട്ട് മാറുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഒന്ന് ദൈവത്തിൻ്റെ മക്കളും മറ്റൊന്ന് പിശാചിൻ്റെ മക്കളുമായിട്ട് ക്രൈസ്തവ ലോകം രണ്ടായിട്ട് തിരിയുമെന്ന്. ദൈവമക്കളെ, ഇതെല്ലാം വേദപുസ്തകമാണ്, ദൈവത്തിൻ്റെ തിരുവചനവുമാണ്. നിങ്ങളിതിലേതിൽപ്പെടും? ഇന്ന് നിങ്ങൾക്ക് അഴുക്കുണ്ടോ എന്നുള്ളതല്ല വിഷയം. നിങ്ങൾ അഴുക്കിൽ തുടരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇന്ന് നിങ്ങൾ മദ്യപാനിയാണോ എന്നുള്ളതല്ല ചോദ്യം. നിങ്ങൾ മദ്യപാനം ഉപേക്ഷിക്കാനാണോ തുടരാനാണോ സാധ്യത? ഭാര്യയും ഭർത്താവും തമ്മിൽ ഭിന്നതയുണ്ടോ എന്നുള്ളതല്ല ചോദ്യം. ആ ഭിന്നത തുടരാനാണോ താല്പര്യം? ഇന്ന് പലരോടും മേടിച്ചിട്ട് കൊടുത്തിട്ടില്ല, അത് അങ്ങനെ തന്നെ തുടരാനാണോ ഭാഗം, അതോ കടം വീട്ടാനാണോ പരിപാടി? ഏതാണ് നിങ്ങളുടെ താല്പര്യം? അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, പാപം വിടാൻ മനസ്സുള്ളവൻ പാപം വിട്ട് മുന്നോട്ട് വരട്ടെ. ജീവനുള്ള ദൈവത്തെ വേണമെന്നുള്ളവൻ പാപത്തെ ഉപേക്ഷിച്ചിട്ട് ക്രിസ്തുവിന്റെ വഴിയിലേക്ക് വരട്ടെ. അതാണ് പറയുന്നത് എൻ്റെ 14-ാമത്തെ വാക്യം. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും, ദൈവരാജ്യത്തിൽ കടക്കണമെന്ന് ആഗ്രഹമുള്ളവരും നിത്യജീവന്റെ ഫലം അനുഭവിക്കണമെന്ന് ആഗ്രഹമുള്ളവരും, തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. ആ ആഗ്രഹമുള്ളവൻ തങ്ങളുടെ സ്വഭാവം മാറണമെന്ന് ആഗ്രഹിക്കട്ടെ, തങ്ങളുടെ വസ്ത്രം അലക്കട്ടെ, കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രം അലക്കി കിട്ടാൻ ആഗ്രഹിക്കട്ടെ. ദൈവരാജ്യത്തിൽ കിടക്കണമെന്ന് ആഗ്രഹിക്കുന്നവൻ പാപം വിടട്ടെ. സ്വർഗത്തിൽ പോകണമെന്നുള്ളവൻ, സമാധാനം വേണമെന്നുള്ളവൻ, പ്രത്യാശയോടെ ജീവിക്കണമെന്നുള്ളവൻ ക്രിസ്തുവിന്റെ വഴിയിലേക്ക് വരട്ടെ. വേദപുസ്തകം പറയുന്നു അങ്ങനെയുള്ള മനുഷ്യരുണ്ടാകുമെന്ന്. അങ്ങനെയുള്ള മനുഷ്യർ ഈ 2000 ആണ്ടായിട്ട് അങ്ങനെയുള്ള മനുഷ്യരുണ്ടായിട്ടുണ്ട്. വേദപുസ്തകം പറയുന്നത് പോലെ പാപം വിട്ട്, പാപത്തിൽ മുങ്ങിക്കിടന്നിട്ട് പാപം വിട്ടവർ ഉണ്ടായിട്ടുണ്ട്. ഈ തലമുറയിൽ അനേകരുണ്ടത്. ദൈവമക്കളെ, നിങ്ങളും കടന്നു വരണം. എന്തിനാണ് കടന്നു വരുന്നത്? ജീവന്റെ വൃക്ഷത്തിൽ നിങ്ങൾക്ക് അധികാരമുണ്ടാകണം. എനിക്ക് ദൈവരാജ്യത്തിലെത്തണം. ജീവന്റെ വൃക്ഷത്തിൽ എനിക്ക് അധികാരമുണ്ടാകണം. ഗോപുരങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൻ്റെ വാതിലാകുന്ന ക്രിസ്തുവിലൂടെ
എനിക്ക് വിശുദ്ധനായി ദൈവരാജ്യത്തിൽ കിടക്കണമെന്ന് ആഗ്രഹമുള്ളവൻ എന്ത് ചെയ്താൽ മതി? തങ്ങളുടെ വസ്ത്രം അലക്കട്ടെ എന്ന് പറയുന്നു. എന്താണ് പ്രിയപ്പെട്ടവരെ വസ്ത്രം അലക്കട്ടെ എന്ന് പറഞ്ഞത്? ക്രിസ്തുവിൻ്റെ രക്തത്തിൽ തങ്ങളുടെ പാപം ഏറ്റുപറഞ്ഞ്, തങ്ങളുടെ പാപം അനുതാപത്തോടെ ഏറ്റുപറഞ്ഞ് പാപക്ഷമ പ്രാപിച്ച് ഒരു വിശുദ്ധനാകാൻ ആഗ്രഹിക്കുക. എൻ്റെ നിങ്ങളുടെ മുമ്പിലുള്ള വഴി അതാണ്. ദൈവം നമുക്ക് പറഞ്ഞു തരുന്ന ഉപദേശം അതാണ്. അതാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഉപദേശം. സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ ഉപദേശം അതാണ് പ്രിയപ്പെട്ടവരെ. ഈ ദൈവത്തിൻ്റെ വചനം പറയേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ? 35 വയസ്സ് വരെ ഒരു മനുഷ്യനോട് ഞാൻ യേശുക്രിസ്തു എന്ന വാക്ക് പറഞ്ഞതായി ഞാൻ ഓർക്കുന്നില്ല. 35 വയസ്സ് വരെ ഞാൻ വേദപുസ്തകം വാങ്ങിച്ചിട്ടുമില്ല. 35 വയസ്സ് എനിക്കുള്ളപ്പോൾ ഞാൻ എൻജിനീയറിംഗ് പാസ്സായി ഒരു ബിസിനസ് മാനേജ്മെൻറ്റ് കോഴ്സ് കഴിഞ്ഞിട്ട് ഞാനിതിൻ്റെ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ എന്നോട് അവർ ചോദ്യം ചോദിച്ചു, വേദപുസ്തകത്തിൽ എത്ര പുസ്തകമുണ്ടെന്ന്. എനിക്കറിയില്ലായിരുന്നു പ്രിയപ്പെട്ടവരെ. എന്നാൽ ഈ വേദപുസ്തകം ഞാൻ വാങ്ങിയതിനൊരു കാരണമുണ്ട്. അത് ഇതുതന്നെയാണ്. കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യക്ക് എന്നെ വിളിച്ച ദൈവം, നശിച്ചുകൊണ്ടിരുന്ന എന്നെ ഒരു ദൈവം വിളിച്ചു. അവൻ വിളിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് വചനം കേൾക്കണമെന്നൊരു ആഗ്രഹമുണ്ടായി. അങ്ങനെ ഞാനൊരു വേദപുസ്തകം വാങ്ങി. ദൈവമക്കളെ, ഈ വചനം കേൾക്കണേ. എന്തിനാണ് നമ്മൾ സുവിശേഷ പ്രസംഗം കേൾക്കുന്നത്? നിങ്ങൾ അനേകർ വന്നു ചേർന്നിട്ടുണ്ട്. എന്തിനാണ് നമ്മൾ സുവിശേഷ പ്രസംഗം കേൾക്കുന്നത്? ദൈവമക്കളെ, കേൾക്കേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് കേൾക്കുന്നതാണ് നല്ലത്. സദൃശവാക്യം എഴുതിയ സോളമൻ പറഞ്ഞു, 15-ാം അധ്യായം എടുക്കാം. സദൃശവാക്യം 15-ാം അധ്യായത്തിന് 22-ാമത്തെ വാക്യം പറയുന്നു. എന്താണ് സോളമൻ രാജാവ് പറയുന്നു? എന്തുകൊണ്ടാണ് മനുഷ്യൻ സുവിശേഷ വചനം കേൾക്കേണ്ടത്? ആലോചനയില്ലാഞ്ഞാൽ ഉദ്ദേശങ്ങൾ സാധിക്കാതെ പോകുന്നു. ദൈവത്തിൻ്റെ ആലോചന കേട്ടില്ല എങ്കിൽ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നടക്കാതെ പോകും. നല്ല ആഗ്രഹങ്ങൾ. ദൈവത്തിൻ്റെ ആലോചന എന്തെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിലെ നല്ല ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കിട്ടുകയുള്ളൂ. കൊരിന്ത്യർക്കെഴുതിയ 2-ാമത്തെ ലേഖനം 1-ാം അധ്യായം 24-ാമത്തെ വാക്യം കൂടെ വായിക്കാം. 2 Corinthians 1:24 വായിക്കാം നമുക്ക്. നിങ്ങളുടെ വിശ്വാസത്തിന്മേൽ ഞങ്ങൾ കർത്തൃത്വമുള്ളവർ എന്നല്ല, നിങ്ങളുടെ സന്തോഷത്തിന് ഞങ്ങൾ സഹായികളത്രേ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം, ആ വചനം കേട്ടാലേ നിങ്ങൾക്ക് സന്തോഷിക്കേണ്ട കാര്യങ്ങളിൽ സന്തോഷിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ സന്തോഷിക്കേണ്ട കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് ആകുലമേ വരികയുള്ളൂ, നിരാശയെ വരികയുള്ളൂ. മനുഷ്യൻ ആകുലത്തിൽ മുങ്ങിപ്പോവുകയുള്ളൂ. ഇന്ന് സന്തോഷിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയാൻ മേലാത്തവനാണ് മനുഷ്യൻ. സന്തോഷം എവിടെ നിന്ന് കിട്ടുമെന്നറിയാൻ മേലാത്തവനാണ് മനുഷ്യൻ. എന്ത് കണ്ടാ സന്തോഷിക്കേണ്ടത്? എന്ത് കണ്ടിട്ടാണ് മനുഷ്യൻ സന്തോഷിക്കേണ്ടത്? വിവാഹം നടന്നതുകൊണ്ട് സന്തോഷിക്കണോ? നല്ലതാണ് പ്രിയപ്പെട്ടവരെ. പരീക്ഷയിൽ ജയിച്ചു, നല്ലതാണ്. ജോലി കിട്ടി, നല്ലതാണ്. അതെല്ലാം. പക്ഷേ സന്തോഷത്തിന് അതെല്ലാം മതിയായ കാരണങ്ങളാണോ? നമ്മുടെ ജീവിതത്തിലെ സന്തോഷത്തിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തിൻ്റെ സത്യവചനം കേൾക്കണം. അതാണ് അപ്പോസ്തലനായ പൗലോസ് എഴുതിയത്. വചനം കേട്ടാലേ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുകയുള്ളൂ. വചനങ്ങൾ കേട്ടാലേ നിങ്ങൾക്ക് സന്തോഷമെന്തെന്ന് മനസ്സിലാവുകയുള്ളൂ. ഞാൻ കർത്താവിനെ മുഖത്തപ്പെടുത്തുന്നു പ്രിയപ്പെട്ടവരെ. ഞാനിന്നൊരു സമാധാനപ്രിയനായി മാറി. അത് കർത്താവിനെ മാറ്റിയതാണ്. ഞാനിന്നൊരു സന്തോഷം അനുഭവിക്കുന്നു. അതെല്ലാം ഉള്ളതിൻ്റെ സന്തോഷമല്ല. ഒരുപാട് അപാകതകളുടെയും ഒരുപാട് കുറവിൻ്റെയും ഒരുപാട് അരിഷ്ടതാവസ്ഥയുടെയും നടുവിൽ ദൈവരാജ്യത്തിൽ പോകാം. സ്വർഗമുണ്ടെന്നൊരു സന്തോഷം, ക്രിസ്തു കൂടെ ഉണ്ടെന്നൊരു സന്തോഷം. ചെറുപ്പക്കാരാ, നിനക്ക് സന്തോഷമുണ്ടോ? നിനക്ക് ജീവിതത്തിൽ സന്തോഷമുണ്ടോ? വിവാഹം കഴിച്ച നിനക്ക് സന്തോഷമുണ്ടോ? മക്കളുള്ള നിനക്ക് സന്തോഷമുണ്ടോ? ജോലിയുള്ള നിനക്ക് സന്തോഷമുണ്ടോ? ജീവിതത്തിലെല്ലാം നേടിയ നിനക്ക് സന്തോഷമുണ്ടോ? നിനക്ക് സന്തോഷമില്ലാത്തതിൻ്റെ കാരണം എന്താണെന്നറിയാവോ? നീ നോക്കേണ്ടിടത്ത് നോക്കിയിട്ടില്ല. കണ്ണുകൊണ്ട് നോക്കേണ്ടത്, കാണേണ്ടത് കണ്ടാലേ സന്തോഷമുണ്ടാകുകയുള്ളൂ എന്ന് സഭാപ്രസംഗിയിൽ ശലോമോൻ എഴുതി വെച്ചു. കാണേണ്ടത് കണ്ടാലേ സന്തോഷമുണ്ടാകുകയുള്ളൂ. ആരെ കാണണം പ്രിയപ്പെട്ടവരെ? ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ കണ്ടാൽ, അവനെ നോക്കിയാലേ നിനക്ക് സന്തോഷമുണ്ടാകുകയുള്ളൂ. അവൻ്റെ മുഖത്തേക്ക് നോക്കിയാലേ നിനക്ക് സന്തോഷമുണ്ടാകുകയുള്ളൂ.
അവൻ ക്രൂശിൽ കിടക്കുന്നത് എന്തിനെന്ന് മനസ്സിലാക്കിയാലേ നിനക്ക് സന്തോഷമുണ്ടാകുകയുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ കാരണങ്ങൾ എന്തെന്നും സന്തോഷം എവിടെ നിന്ന് കിട്ടുമെന്നും നിങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ ബലഹീനരായി ഞങ്ങൾ ഈ വചന ശുശ്രൂഷയെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ദൈവത്തിൻ്റെ വചനം സന്തോഷം തരുന്നൊരു കാര്യമാണ്. കാരണം അത് അനേകരെ മോൾഡ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ജീവനുള്ള ദൈവത്തിൻ്റെ വചനം മനുഷ്യനെ മോൾഡ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചീത്ത മനുഷ്യനെ നന്നാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കുറച്ചൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അനേകരുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. ചീത്ത മനുഷ്യരെ നന്നാക്കിയെടുക്കുന്നു, ചീത്തയായ ഭർത്താക്കന്മാരെ നന്നാക്കിയെടുക്കുന്നു, സമാധാനമില്ലാത്ത കുടുംബങ്ങളെ നന്നാക്കിയെടുക്കുന്നു. മാത്രമല്ല, ജീവനുള്ള ദൈവത്തിൻ്റെ വചനം ഇറ്റ് ഈസ് എ ലിഫ്റ്റിംഗ് പവർ. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. അത് ആദ്യം യഹൂദനും പിന്നെ യവനനും ദൈവത്തിൻ്റെ ശക്തിയാകുന്നു എന്ന് പറഞ്ഞ ആ ഭാഗ്യവാനായ പൗലൂസിൻ്റെ വാക്കിനോട് ഞാൻ തീർത്ത് പറയട്ടെ, ഇതൊരു ലിഫ്റ്റിംഗ് പവറാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഉയർത്തുവാൻ യേശുവുണ്ട്. ആ ദൈവം നിങ്ങളും കടന്നു വരൂ. പ്രിയപ്പെട്ടവരെ, അവൻ ഉയർത്തിയെടുക്കുന്നവനാണ്. രോഗികൾ സൗഖ്യമാകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കതാണ്ട് 31 വയസ്സ് പ്രായമുള്ളപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് അതാണ്ട് 26 വയസ്സ് പ്രായം. 4 വയസ്സുള്ളൊരു മോനും 6 മാസമായ ഒരു കുഞ്ഞു മോളും എനിക്കുണ്ട്. അക്കാലത്താണ് എൻ്റെ ഭാര്യ തളർന്നു പോയത്. ഹൃദയത്തിൻ്റെ രോഗം കൊണ്ടാണ് തളർന്നു പോയത്. ഡോക്ടർ എന്നെ വിളിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മുറിയിൽ കൊണ്ടുപോയിരുത്തി എന്നോട് മാത്രമായിട്ട് പറഞ്ഞു, സോറി മാൻ, യു ഹാവ് ടു ക്യാരി യുവർ വൈഫ്. നിങ്ങളുടെ ഭാര്യയെ ഇനി ചുമന്നുകൊണ്ട് നടക്കണം, പിന്നീട്ട് നടക്കില്ല എന്ന് പറഞ്ഞു. ദൈവമക്കളെ, എൻ്റെ മുമ്പിൽ വഴികൾ അടഞ്ഞതുപോലെയാണ് എനിക്ക് തോന്നിയത്. ഞാനിനി എന്തിന് ജീവിക്കണം, എങ്ങനെ ജീവിക്കണം? എനിക്കറിയില്ലായിരുന്നു, വഴികൾ അറിയില്ലായിരുന്നു. ഞാൻ ബാറിലും മദ്യഷാപ്പിലും അതിന് പരിഹാരം തേടി ഓടി നടന്ന മനുഷ്യൻ. പക്ഷേ മുമ്പോട്ട് വിടാതെ സൗഖ്യമാക്കുന്ന ഒരു ദൈവത്തെ ഞാൻ കണ്ടു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ കിടന്ന എൻ്റെ ഭാര്യയെ ഒരു മരുന്നും കൂടാതെ കർത്താവായ യേശുവിനെ സൗഖ്യമാക്കി എന്ന് പറയാൻ തക്കവണ്ണം ഒരു മരുന്നും കൂടാതെ ഇന്ന് എന്നോടുകൂടെ നടക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സൗഖ്യമാക്കുന്ന ദൈവത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ ദൈവം ഇന്നിവിടെ ഉണ്ട്. ആ യേശു നിങ്ങളുടെ അരികത്ത് വന്നിട്ടുണ്ട്. അവൻ നിങ്ങളെ തൊടാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ വിശ്വാസത്തോടെ അവനോട് പ്രാർത്ഥിക്കുക. ആവശ്യക്കാരനായി അവനോട് നിലവിളിക്കുക. കർത്താവേ, അങ്ങനെ ഒരു ദൈവമുണ്ടല്ലോ, എന്നെ ഒന്ന് സൗഖ്യമാക്കണമേ, എൻ്റെ ഈ രോഗത്തിന് മേലെ കരം വയ്ക്കണമേ. നിങ്ങൾ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, ഹൃദയം നുറുങ്ങി വറക്കാൻ സമീപസ്ഥനാണ്, മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്നവനാണ്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് രക്ഷപ്പെടാം, നിങ്ങൾക്ക് സൗഖ്യം പ്രാപിക്കാം, നിങ്ങൾക്ക് ഉയർന്നു വരാം, നിങ്ങളുടെ കുടുംബ സമാധാനമുള്ളതാകും. ഭിന്നിച്ചിരിക്കുന്ന നിങ്ങൾക്ക് ഒരു മനസ്സുള്ളവരാകാം. ദൈവത്തിന് സ്തോത്രം. മനുഷ്യർ നശിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നശിക്കുന്നതും കണ്ടിട്ടുണ്ട്. എങ്ങനെയെല്ലാമാണ് നശിക്കുന്നത്? ദൈവത്തെക്കാൾ കൂടുതൽ ദേവാലയത്തെ മാനിച്ച് മനുഷ്യൻ നശിക്കുന്നു. ദൈവത്തെക്കാൾ കൂടുതൽ ദേവാലയത്തെ മാനിക്കുന്നു. അങ്ങനെ മനുഷ്യൻ നശിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിനേക്കാൾ കൂടുതൽ മനുഷ്യനെ കണ്ടിട്ട് മനുഷ്യൻ നശിക്കുന്നു. ഇനിയും മനുഷ്യൻ നശിക്കുന്ന രീതിയുണ്ട്. പത്രോസിന്റെ 2-ാമത്തെ ലേഖനം 2-ാം അധ്യായം അവസാനത്തെ വാക്യം 22-ാം വാക്യമായിരിക്കണം. മനുഷ്യൻ നശിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ക്രിസ്ത്യാനികൾ നശിക്കുന്ന കണ്ടിട്ടുണ്ട്. രക്ഷിക്കപ്പെട്ടവർ നശിക്കുന്ന കണ്ടിട്ടുണ്ട്. മാനസാന്തരപ്പെട്ടവർ നശിക്കുന്ന കണ്ടിട്ടുണ്ട്. സുവിശേഷകന്മാർ നശിക്കുന്നത് കണ്ടിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനം ഘോഷിക്കുന്നവർ നശിക്കുന്നത് കണ്ടിട്ടുണ്ട്. അവരെങ്ങനെയാണ് നശിച്ചു പോയതെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. 2 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം, എന്നാൽ സ്വന്തം ഛർദിക്ക് തിരിഞ്ഞ നായെന്നും കുളിച്ചിട്ട് ചളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നി എന്നുമുള്ള സത്യമായ പഴഞ്ചൊല്ല് പോലെ അവർക്ക് സംഭവിച്ചു. പ്രിയപ്പെട്ടവരെ, അവർ ഛർദിച്ചത് തിന്നു. അവർ കുളിച്ചിട്ട് പിന്നെയും ചെളിയിൽ കിടന്ന് ഉരുണ്ടു. മാനസാന്തരപ്പെട്ടതാണ്, മനം തിരിഞ്ഞതാണ്, സുവിശേഷം പറഞ്ഞതാണ്, സാക്ഷ്യം പറഞ്ഞതാണ്. ഇതെല്ലാം സ്വന്തം നാവുകൊണ്ട് സംഭവിച്ചതാണ്. പക്ഷേ പറഞ്ഞതിനെല്ലാം വിഴുങ്ങിക്കൊണ്ട് പറഞ്ഞതിനെതിരായി പ്രവർത്തിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ നശിക്കുന്നത് അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറഞ്ഞത്, ആർ യു എ ട്രൂ ക്രിസ്ത്യൻ? നിങ്ങൾ ക്രിസ്ത്യാനിയാണോ, അതോ കുളിച്ചിട്ട് തിരിച്ചു പോയ പന്നിയാണോ, നായാണോ എന്ന്. അങ്ങനെ മനുഷ്യൻ നശിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സങ്കടമാണ് ഇതെല്ലാം. എൻ്റെ പ്രിയപ്പെട്ടവരെ,
ദൈവത്തിന് സ്തോത്രം. നാം നശിക്കാൻ വേണ്ടിയുള്ളവരല്ല. ദൈവം നമ്മളെ വിളിച്ചത് നമ്മളെ വിശുദ്ധരാക്കാനാണ്. നിങ്ങൾ ക്രിസ്ത്യാനികളാകാം. അരിമനാഥൻ്റെ അടുക്കലേക്ക് നമുക്ക് കടന്നു വരാം. കർത്താവിനോട് പറയാം, കർത്താവേ, ഞാനൊരു നായെ പോലെ ആകരുത്. ഞാനൊരിക്കലും ക്രിസ്ത്യാനിയായവനാ. ഞാൻ മാനസാന്തരപ്പെട്ടവനാ. ഞാൻ പറഞ്ഞതിനെതിരായി ഞാൻ ഛർദ്ദിച്ചത് പിന്നെയും എടുക്കാൻ എനിക്കിട്ട് വരരുത്. ഞാൻ പിശാചിനെ തള്ളി പാപത്തെ ഉപേക്ഷിച്ചു. മിശിഹായെ സ്വീകരിച്ചവനാണ്. മാമോദീസായിൽ സമർപ്പണം പറഞ്ഞവനാണ്. പക്ഷേ ഞാൻ ഇന്ന് നശിച്ചു കിടക്കുന്നവനാണ്. അരുമനാഥൻ്റെ മുമ്പിൽ നമ്മുടെ തലകളെ നമുക്കൊന്ന് വണക്കാം. ശാന്തമായി ചിന്തിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ. നിങ്ങൾ സ്വഭാവം കൊണ്ട് ക്രിസ്ത്യാനികളാണോ? ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഐക്യം കൊണ്ട് ക്രിസ്ത്യാനികളാണോ? ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹം കൊണ്ട് ക്രിസ്ത്യാനികളാണോ? ഭർത്താവിനെ മാനിക്കുന്ന ഒരു ഭാര്യയാണോ? അതോ ഭർത്താവിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കാൻ അടുത്ത മുറിയിൽ പോയി കിടക്കുന്ന ഒരു ഭാര്യയാണോ? ഭാര്യയെ മർദ്ദിക്കുന്ന ഒരു ഭർത്താവാണോ? ഇന്നും മാമോദീസ മുങ്ങിയ നീ മദ്യഷാപ്പിലാണോ? പ്രിയപ്പെട്ടവരെ, സുവിശേഷം പറഞ്ഞ നീ ഇന്ന് ആ സുവിശേഷം തന്നെയാണോ പറയുന്നത്? പ്രിയപ്പെട്ടവരെ, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. ജീവനുള്ള ക്രിസ്തുവിന് മുമ്പിൽ നമുക്ക് പറയാം, കർത്താവേ, ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് പറയാൻ മാത്രം എനിക്കിന്ന് പ്രാഗൽഭ്യമില്ല. ഞാൻ സ്വഭാവം കൊണ്ടൊരു ക്രിസ്ത്യാനിയാണെന്ന് പറയാൻ തക്കവണ്ണം എനിക്കിന്ന് പ്രാഗൽഭ്യമില്ല. കർത്താവായ യേശുവിനെ അറിയുവാൻ തക്കവണ്ണം അറിഞ്ഞു, സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിച്ചു, മാനിക്കേണ്ടതുപോലെ മാനിച്ചു, അനുസരിക്കേണ്ടതുപോലെ അനുസരിച്ചു എന്ന് പറയാൻ തക്കവണ്ണം ഞാനിന്നൊരു ക്രിസ്ത്യാനിയല്ല. കർത്താവേ, ഒന്ന് മാത്രമേ എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളൂ. എൻ്റെ പുത്രൻ്റെ കല്യാണ സദ്യയ്ക്ക് വന്ന നല്ലവരെയും ചീത്തവരെയും മദ്യപാനികളെയും ചീത്ത മനുഷ്യരെയും എല്ലാം കർത്താവെ കല്യാണ സദ്യയ്ക്ക് വന്നപ്പോൾ നീ ഒരു കല്യാണ വസ്ത്രം കൊടുത്തിരുത്തിയതുപോലെ കർത്താവെ, ആ കല്യാണ വസ്ത്രം എനിക്കൊന്ന് തരാവോ കർത്താവേ? ആ നീതിയുടെ വസ്ത്രം എനിക്കൊന്ന് പുതപ്പിക്കാവോ കർത്താവേ? യേശുവിൻ്റെ രക്തത്തിൽ പൊതിഞ്ഞതായ ആ വസ്ത്രം എനിക്കൊന്ന് തരാവോ കർത്താവേ? സഹോദരങ്ങളെ, നിങ്ങൾ യേശുവിനോട് ചോദിക്കൂ. അവനിതാ കല്യാണ വസ്ത്രം വെച്ചിരിക്കുന്നു. ദൈവത്തിലെ അവൻ ഉയർത്തുന്നവനാണ്, അവൻ സൗഖ്യമാക്കുന്നവനാണ്, അവൻ നിന്റെ വിദ്യാഭ്യാസം പുനഃസ്ഥാപിച്ചു തരുന്നവനാണ്, നിന്റെ കുടുംബബന്ധം നന്നാക്കി തരുന്നവനാണ്, അവൻ ദാരിദ്ര്യം മാറ്റുന്നവനാണ്, അവൻ കുടുംബാവിയെ നന്നാക്കുന്നവനാണ്. ഇന്നും നിനക്ക് ഉയർന്നു വരാം. ഇന്നും നിനക്ക് യേശുവിനോട് ചേർന്ന് നടക്കാം. ആ കല്യാണ വസ്ത്രം പതിക്കാൻ തയ്യാറാകൂ. അരുമനാഥനോട് ചോദിക്കൂ, യേശുവേ, നിന്റെ രക്തത്തിൽ മുക്കിയതായ കല്യാണ വസ്ത്രം കൊണ്ട് എന്നെ ഒന്ന് പുതപ്പിക്കണമേ, എന്നെ ഒന്ന് മൂടണമേ, എൻ്റെ മാലിന്യം ഒന്ന് മൂടണമേ, എൻ്റെ മാലിന്യമാരും കാണാതെ വണ്ണം യേശുവിൻ്റെ രക്തത്താൽ അത് പുതപ്പിച്ചു തരണമേ എന്ന് സഹോദരങ്ങളെ നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമെങ്കിൽ അരുമനാഥൻ്റെ സ്നേഹസ്വരം നിങ്ങൾക്ക് കേൾക്കാം. അരുമനാഥൻ്റെ ഇമ്പസ്വരം നിങ്ങൾക്ക് കേൾക്കാം. മകനെ എന്നുള്ളതായി വിളി നിങ്ങൾക്ക് കേൾക്കാം. മകനെ എന്നുള്ളതായി വിളി നിങ്ങൾക്ക് കേൾക്കാം. മകനെ, ഞാൻ നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു. മകനെ, ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു. മകനെ, നീ എഴുന്നേൽക്കുക എന്നുള്ളതായ ആ ദൈവവിളിയാണ് നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. കർത്താവേ, തെറ്റിയിടത്തെല്ലാം ക്ഷമിക്കണമേ. ഇനി ഇന്ന് മുതൽ ഞാനൊരു ക്രിസ്ത്യാനിയായി ജീവിക്കും. സ്വഭാവം കൊണ്ട് ഒരു ക്രിസ്ത്യാനിയായി തന്നെ ഞാൻ ജീവിക്കും. എൻ്റെ കുടുംബ ബന്ധങ്ങളെ ഞാൻ പണിതെടുക്കും. എൻ്റെ തകർന്ന കുടുംബത്തെ ഞാൻ സ്നേഹം കൊണ്ട് പണിയും. ഹല്ലേലൂയ. ജീവനുള്ള ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ മേൽ ഇറങ്ങുന്ന സമയമാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവം നിങ്ങളെ തൊടുന്ന സമയമാണ്. ആത്മാർത്ഥമായി നിങ്ങൾ യേശുവിനെ വിളിക്കൂ. കർത്താവേ, പൊളിഞ്ഞത് പണിത് തരണമേ, പൊളിഞ്ഞതെല്ലാം പണിത് തരണമേ. പിതാക്കന്മാരിട്ട് അതിന് ഞാൻ മാറ്റിയിട്ടുണ്ട് കർത്താവേ, അതെല്ലാം യഥാസ്ഥാനപ്പെടുത്തി തരണമേ. സ്നേഹം കുറഞ്ഞു പോയിട്ടുണ്ട് കർത്താവേ, അരുതാത്ത വന്നു പോയിട്ടുണ്ട് കർത്താവേ, എല്ലാം യഥാസ്ഥാനപ്പെടുത്തി തരണമേ. യേശു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട് തിരുവനന്തപുരമാറാകണമേ.